ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്, അതായത് മലയാളം മീഡിയം കൂട്ടുകാരുടെ ഗണിതം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാഠം, മാത്സിലെ രണ്ടാമത്തെ പാഠം ഏതാ? സംഖ്യകൾ കൂട്ടുകാർ അല്ലേ? സംഖ്യകൾ കൂട്ടുകാർ എന്നുള്ള പാഠത്തിന്റെ ടെക്സ്റ്റ് ബുക്കിലെ ക്ലാസ് എല്ലാ കൂട്ടുകാരും കണ്ടില്ലേ? കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണണം. നമ്മളെ പ്ലേലിസ്റ്റിന് ലിങ്ക്, ഗണിതത്തിന്റെ പ്ലേലിസ്റ്റിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെല്ലാ ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ, ഗണിതം മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാം റിവിഷൻ ആണ്. അതായത് എക്സാമിന് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓൺ എക്സാം വരാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ഓൺ എക്സാമിന് പ്രതീക്ഷിക്കാം. നമ്മുടെ മാത്സിലെ എന്നുള്ള എല്ലാ സബ്ജക്റ്റിലും 2 ചാപ്റ്റേഴ്സ് എക്സാം തീർച്ചയായിട്ടും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 ചാപ്റ്റേഴ്സിന്റെയും ക്ലാസ്സുകൾ നന്നായി കാണുക. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ കാണുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാഠത്തിന്റെ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു യൂണിറ്റ് ടെസ്റ്റ് പോലെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും ആൻസർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് ഇടുന്ന സമയത്ത് ആൻസർ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. അപ്പം നമ്മളിത് ചെയ്യുന്നത് ആൻസേഴ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് കാണുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും എന്താണ് അതിൽ ആൻസേഴ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നമ്മളിതൊരു ക്വസ്റ്റ്യൻ ബാങ്ക് പോലെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻസേഴ്സ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഏതൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റത്തെ ആ പാഠത്തിന്റെ നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് ക്ലാസ്സും ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റിന് 25 മാർക്കാണ് ടോട്ടൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പ്രവർത്തനം 1. 1000 ആക്കാം. ഏതെല്ലാം സാധ്യതകൾ ഉപയോഗിച്ച് 1000 എഴുതാം? അതായത് ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോഴാണ് നമുക്ക് 1000 കിട്ടുക? അതാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. 1 എഴുതിയിട്ടുണ്ട് അല്ലേ? 100 + 900 എന്താണ്? 1000 ആണ്. അതേപോലെ ഇവിടെ എന്താണ്? 200 + എത്രയാണ്? 1000 എന്ന് എഴുതണം. അതുപോലെ 90 + എത്രയാണ്? 1000 എന്ന് എഴുതണം. 3 ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയതായി ഉണ്ടാക്കണം. സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ എന്താണ് ഉത്തരം വരേണ്ടത്? 1000 ആണ് ഉത്തരമായി വരേണ്ടത്. എത്ര മാർക്കിന്റെ ചോദ്യമാണ്? 6 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അടുത്തത് പ്രവർത്തനം 2. നൂറുകളുടെ കൂട്ടമാക്കി എഴുതൂ. എന്താണ് നൂറുകളുടെ കൂട്ടം? നിങ്ങൾക്ക് അറിയണതല്ലേ? ഇതൊക്കെ എന്താ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചതാണ്. ഓരോന്ന് നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് കണ്ട് അതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങൾക്ക് അവിടുന്ന് എന്താണ് ഉത്തരമായി ഇതേ സംഖ്യകളായിരിക്കില്ല, പക്ഷെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മെത്തേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നൂറുകളുടെ കൂട്ടമാക്കി എഴുതൂ. അതായത് 700 ഉത്തരമായി വരണം. ഏതൊക്കെ നൂറുകൾ തമ്മിലാണ് കൂട്ടുമ്പോഴാണ് 700 ഉത്തരമായി വരുന്നത്? അങ്ങനെയുള്ള 3 എഴുതണം. അതേപോലെ തന്നെ എന്താണ് 900ന്റെയും അതേപോലെ എന്ത് ചെയ്യുക? എഴുതുക. 6 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ ഇത്, പ്രവർത്തനം 2. അടുത്തത് പ്രവർത്തനം 3. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് പ്രവർത്തനം 3. അബാക്കസിൽ കാണിച്ചിരിക്കുന്ന സംഖ്യ എഴുതും. ഇവിടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അബാക്കസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ മുത്തുകൾ ഇട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ അബാക്കസിൽ വരുന്ന സംഖ്യയാണ് എഴുതാൻ പറയണത്. പക്ഷെ രണ്ടാമത്തെ ഭാഗത്തിൽ എന്താണ്? അബാക്കസ് പൂർത്തിയാക്കാനാണ് പറയുന്നത്. സംഖ്യ തന്നിട്ടുണ്ട്, 721 സംഖ്യ തന്നിട്ടുണ്ട്. അത് അബാക്കസിൽ മുത്തുകൾ വരച്ചു കാണിക്കാനാണ് പറയണത്. മനസ്സിലായില്ലേ? 4 മാർക്കിന്റെ ചോദ്യമാണ്. ആദ്യത്തേതിൽ അബാക്കസ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും വരാൻ പോകുന്ന നമ്മുടെ ക്വാർട്ടർലി എക്സാം ഓണപരീക്ഷയ്ക്ക് അബാക്കസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം എക്സാമിന് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അബാക്കസിൽ വരയ്ക്കാനും അതേപോലെ അബാക്കസ് എന്നാൽ അതിൽ സംഖ്യ നോക്കി കണ്ടുപിടിച്ച സംഖ്യ എഴുതാനും നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അബാക്കസ് കേട്ടോ. അപ്പോൾ അബാക്കസ് പൂർത്തിയാക്കാനും അബാക്കസിൽ കാണിച്ചിരിക്കുന്ന സംഖ്യ എഴുതുന്നതുമാണ് നമ്മുടെ 3ാമത്തെ പ്രവർത്തനം. 4 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് 4ാമത്തെ പ്രവർത്തനം. ആ 4ാമത്തെ പ്രവർത്തനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. കാരണം അക്ഷരത്തിൽ എഴുതുന്നതും അക്കത്തിൽ എഴുതുന്നതും ഇത് റിലേറ്റഡ് ഒരു ചോദ്യമെങ്കിലും ഉണ്ടാവും, പ്രതീക്ഷിക്കാം. അപ്പം ഒന്നാമത്തേത് നമ്മൾ പ്രവർത്തനം 4ന്റെ എ പോർഷനിൽ അക്ഷരത്തിൽ എഴുതുന്നതാണ്. അതായത് അക്കം തന്നിട്ടുണ്ട്, അക്കത്തിനെ അക്ഷരത്തിലാക്കി എഴുതണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സംഖ്യകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യത്തെ എന്താണ്? 814 അല്ലേ? അപ്പം 814 നമുക്ക് തെറ്റുകൂടാതെ എഴുതാൻ അറിയണം. അടുത്തത് 106. മൂന്നാമത്തതോ 715. അടുത്തത് എത്രയാ? 888. അഞ്ചാമത്തെ 412. അതിന്റെ ബി ഭാഗത്ത് നോക്കൂ. അക്കത്തിൽ എഴുതുക. അക്ഷരത്തിൽ തന്നിട്ട് അക്കത്തിൽ എഴുതാനാണ് പറയണത്. അക്കത്തിൽ എഴുതുക പറഞ്ഞാൽ നമ്പർ ആക്കി എഴുതുക. 809, 999, 700, 101. മനസ്സിലായില്ലേ?
9 മാർക്കിന്റെ ചോദ്യമാണ്. ഓരോ ശരി ഉത്തരത്തിനും ഓരോ മാർക്ക് വെച്ചിട്ട്. അടുത്ത പ്രവർത്തനം 5. പാറ്റേൺ പൂർത്തിയാക്കൂ. എന്താണ് പാറ്റേൺ എന്ന് വെച്ചാൽ അറിയില്ല നിങ്ങൾക്ക്. പാറ്റേൺ പൂർത്തിയാക്കാൻ ചിത്രം വരച്ചിട്ടുള്ള പാറ്റേൺ അല്ലെങ്കിൽ സംഖ്യ പാറ്റേൺ എക്സാം ഒരു പാറ്റേൺ എങ്കിലും എക്സാമിന് പ്രതീക്ഷിക്കുക കേട്ടോ. വരാൻ പോകുന്ന എക്സാമിന് ഓണപരീക്ഷയ്ക്ക് ഒരു പാറ്റേൺ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നെങ്കിൽ ഇതുപോലെ സംഖ്യകൾ തന്നിട്ട് പാറ്റേൺ എഴുതാൻ പറയും, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു പാറ്റേൺ ഇതുപോലെ ഇവിടെ തന്നിരിക്കുന്ന പോലെ ഒരു പാറ്റേൺ പുതിയതായിട്ട് നിങ്ങളോട് നിർമ്മിക്കാൻ പറയും. നിങ്ങൾ ഇതുപോലെ ഇപ്പോൾ ഒരു പാറ്റേൺ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ 100, 200, 300, 400, 500 എഴുതുന്ന ഒരു പാറ്റേൺ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ പാറ്റേൺ ഉണ്ടാക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നിങ്ങളുടെ പുതിയതായിട്ട് ഒരു 1 or 2 പാറ്റേൺ നിർമ്മിക്കാൻ പറയാം. അതുപോലെ പാറ്റേൺ പൂർത്തിയാക്കാനും പറയാം. അത് റിലേറ്റ് ചെയ്ത ചോദ്യം വരാം. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ ചോദ്യം 100, 200, 300 അടുത്ത സംഖ്യകളാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ 505, 510, 515 കൂടി വരികയാണ് അല്ലേ? എത്രയാണ് കൂടി വരുന്നത്? 5 ആണ് കൂടി വരുന്നത്. അപ്പോൾ അടുത്ത സംഖ്യയിൽ ഇതുപോലെ കൂട്ടി എഴുതുക. അടുത്ത 101, 103, 105 അടുത്ത സംഖ്യകൾ. അടുത്തത് 900, 800, 700. ഇപ്പൊ ചോദ്യം വായിച്ചു നോക്കുക. 900, 800, 700 കുറഞ്ഞാണ് വരുന്നത്, കൂടുതലല്ല കുറഞ്ഞാണ് വരുന്നത് കേട്ടോ. അപ്പൊ പാറ്റേണിൽ എപ്പോഴും കൂടി വരണം എന്നില്ല, കുറഞ്ഞും വരാം. ഓക്കെ. അടുത്തത് 110, 210, 310 അടുത്ത സംഖ്യകൾ എഴുതുക. ഇങ്ങനെ ചെയ്യുന്നതാണ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ പാറ്റേൺ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം, പാറ്റേണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എക്സാമിന് പ്രതീക്ഷിക്കാം. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് ആറാമത്തെ പ്രവർത്തനം എന്താ? ചുവടെ കൊടുത്തിരിക്കുന്ന സംഖ്യകളെ തുല്യമായി വിഭജിക്കുക. തുല്യമായിട്ടാണ് വിഭജിക്കേണ്ടത്. ഇപ്പൊ 200 ആണ്. 200 ആണെങ്കിൽ ഏതൊക്കെ രണ്ട് നൂറുകൾ അല്ലെങ്കിൽ ഏതൊക്കെ രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോഴാണ്, നൂറുകൾ എന്ന് പറയുന്നില്ല, ഏതൊക്കെ രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോഴാണ് 200 കിട്ടുക. പക്ഷെ എന്തായിരിക്കണം? ആ രണ്ട് സംഖ്യകളും ഒരേ സംഖ്യ ആയിരിക്കണം. ഇവിടെ നോക്കൂ, 200 ഇവിടെ 100 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 100 തുല്യമായിട്ട് വിഭജിക്കുക പറഞ്ഞാൽ രണ്ട് സംഖ്യയും എന്തായിരിക്കണം? ഒരേ സംഖ്യ ആയിരിക്കണം. ഇത് 100 ആണെങ്കിൽ ഇത് 100. അപ്പൊ 100 കൂട്ടുമ്പോൾ എത്ര ഉത്തരം? 200 കിട്ടുന്നുണ്ട് അല്ലേ? അടുത്തത് ഇവിടെ 400. അപ്പൊ ഇവിടെ 200 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ 200 തന്നെ എഴുതാം. അപ്പൊ 200 200 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 400 കിട്ടും. അടുത്തതിൽ അങ്ങനെ ഒന്നും തന്നിട്ടില്ല. അപ്പൊ 500നെ 2 ആക്കുക. രണ്ടും ഇവിടെ എഴുതുന്ന രണ്ട് സംഖ്യയും ഒരേ സംഖ്യ ആയിരിക്കണം. അതാണ് തുല്യം എന്ന് പറയുന്നത്. ഈ രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ 500 ഉത്തരവുമായിട്ട് വരണം. അതേപോലെ 300നെയും 600നെയും 800നെയും എന്ത് ചെയ്യാനാണ് പറയുന്നത്? തുല്യമായിട്ട് വിഭജിക്കാനാണ് പറയുന്നത്. അതാണ് ആറാമത്തെ പ്രവർത്തനം. 6 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് 7ാമത്തെ പ്രവർത്തനം 100ന്റെ കൂട്ടങ്ങളാക്കുക. വളരെ സിമ്പിൾ ആണ് അല്ലേ? അപ്പൊ 600 കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക? 100 6 തവണ എഴുതി കൂട്ടുക. 100 കൂട്ടണം, 100 കൂട്ടണം, 100 കൂട്ടണം, 100 കൂട്ടണം, 100 കൂട്ടണം, 100 6 തവണ 100 എഴുതി കൂട്ടുക. അതേപോലെ തന്നെ 200നെയും 300നെയും 400, 500, 700, 800, 900, 1000 ഇതുപോലെ എന്ത് ചെയ്യുക? 100ന്റെ കൂട്ടങ്ങളാക്കിയിട്ട് എഴുതുന്നതാണ് നമ്മുടെ 7ാമത്തെ പ്രവർത്തനം. 100ന്റെ കൂട്ടങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ? എത്ര മാർക്കിന്റെ ചോദ്യം അത്? 8 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. 100ന്റെ കൂട്ടങ്ങളാക്കുന്നത് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പ്രവർത്തനം നമ്മുടെ 8ാമത്തെ പ്രവർത്തനം. നമ്മുടെ അടുത്ത പ്രവർത്തനം 8ാമത്തെ പ്രവർത്തനമാണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ വായിക്കാം. രമേശിന് മാമ്പഴ കച്ചവടമാണ്. ചന്തയിൽ കൊണ്ടുപോകുന്നതിനായി അവൻ മാമ്പഴങ്ങൾ ചാക്കിലാക്കി. വിവിധ സഞ്ചികളാക്കിയത് എങ്ങനെയെന്ന് കണ്ടെത്തു. വിട്ടുപോയ കോളങ്ങൾ പൂർത്തിയാക്കുക. അപ്പൊ എങ്ങനെയാണ് ബാഗിൽ എന്ത് മാമ്പഴങ്ങൾ നിറച്ചിരിക്കുന്നത് നോക്കാം. അപ്പൊ ടോട്ടൽ കോളം തന്നിട്ടുണ്ടല്ലേ? അപ്പൊ അതേ എന്തായിരിക്കണം? ബാഗ് 1ഉം ബാഗ് 2ഉം കൂട്ടുമ്പോൾ ആ ടോട്ടൽ നമ്പർ കിട്ടണം. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ നോക്കൂ, 200, 300 കൂട്ടുമ്പോൾ 500 കിട്ടുന്നുണ്ടല്ലേ? അടുത്തത് 400 ആണ്. അപ്പൊ 200ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 400 കിട്ടുക? അതാണ് ബാഗ് 2ൽ എഴുതേണ്ടത്. അടുത്തത് 800 കിട്ടാൻ ഏതൊക്കെ തമ്മിൽ കൂട്ടണം? ബാഗ് 2ൽ 100 ആണെങ്കിൽ ബാഗ് 1ൽ എത്രയായിരിക്കും? അതുപോലെ 600 കിട്ടാൻ, 900 കിട്ടാൻ, 700 കിട്ടാൻ. അപ്പൊ എന്ത് ചെയ്യാ? മനസ്സിലായില്ലേ ചോദ്യം? അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 7 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. 9ാമത്തെ പ്രവർത്തനം സംഖ്യാ പിരമിഡ് പൂർത്തിയാക്കുക. വളരെ സിമ്പിൾ അല്ലേ? കൂട്ടുന്നതാണ് സംഖ്യാ പിരമിഡ്. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറയാം, 45, 68 കൂട്ടുമ്പോൾ 113 കിട്ടുന്നുണ്ട്. അപ്പൊ അടുത്ത് എന്ത് ചെയ്യുക? 68, 39 കൂട്ടി ഇവിടെ എഴുതുക. അടുത്തത് ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് മേലെ എഴുതുക. അതേപോലെ എന്ത് ചെയ്യുക? ബാക്കിയുള്ള സംഖ്യാ പിരമിഡ് കൂടെ കംപ്ലീറ്റ് ചെയ്യുക. 8 മാർക്കിന്റെ ചോദ്യമാണ്. 10ാമത്തെ ലാസ്റ്റ് പ്രവർത്തനം, 10 പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10ാമത്തെ പ്രവർത്തനം, സുനിത ഒരു മിക്സിയും ഒരു ഫാനും വാങ്ങി. ഫാനിന്റെ വില 895 രൂപയാണ്. കടക്കാരൻ അവളിൽ നിന്നും 2869 രൂപ വാങ്ങി. എങ്കിൽ മിക്സിയുടെ വില എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഫാനിന്റെ വില തന്നിട്ടുണ്ട് 895. ഫാനും മിക്സിയും വാങ്ങി. രണ്ടിനും കൂടി അവൾ എത്ര കൊടുത്തു? 2869 കൊടുത്താൽ അങ്ങനെയാണ് മിക്സിന്റെ വില എത്രയെന്നാണ് കണ്ടെത്തേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി അല്ലേ? 2869 895 കുറച്ചാൽ മിക്സിന്റെ വില കിട്ടും.
മനസ്സിലായില്ലേ? അപ്പൊ 10 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. നമ്മുടെ രണ്ടാമത്തെ പാഠത്തിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെ പരീക്ഷയുടെ ക്ലാസ്സിൽ നമ്മൾ 10 പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ചോദ്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ചോദ്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആൻസർ കിട്ടുന്നത് എന്നുള്ളത്. സ്വയം ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഉത്തരങ്ങൾ കൂടെ ഉൾപ്പെടുത്താത്തത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഉത്തരം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ ഉത്തരം കിട്ടുമ്പോൾ അതെങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കില്ല. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്ന് എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? തനിച്ച് ചെയ്യേണ്ടതല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഉത്തരങ്ങൾ ഉൾപ്പെടുത്താത്തത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ എല്ലാ ക്ലാസ്സുകളും കാണുക. താങ്ക് യു.